നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും പിന്നീട് ബഹുമാന്യരായ ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ഉസ്താദ് മൂസ മൗലവി, ഉസ്താദ് അബുൽ ബുഷ്റ മൗലവി, ഉസ്താദ് KP അബൂബക്കർ ഹസരത്ത് എന്നിവരിലൂടെ അവരുടെ നേതൃത്വത്തിലൂടെ പരന്നൊഴുകുകയും ചെയ്തിട്ടുള്ള പാണ്ഡിത്യത്തിൻ്റെയും സൗമ്യമായ സംസ്കാരത്തിൻ്റെയും ഒരു പ്രതീകമാണ്. ഇവരിൽ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ ഇതിൻ്റെ എല്ലാ പ്രസിഡന്റുമാരായ പണ്ഡിതന്മാരോടും വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മറ്റു പണ്ഡിതന്മാർ എല്ലാവരോടും പലരോടും വ്യക്തിപരമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അവരെക്കുറിച്ചൊക്കെയുള്ള നല്ല ഓർമ്മകൾ മനസ്സിൽ വഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ദക്ഷിണയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സൗമ്യഭാവമാണ്. സാമൂഹിക രംഗത്ത് പരുക്കൻ രീതികൾ, പരുക്കൻ ഭാഷാപ്രയോഗങ്ങൾ, വൈരവിദ്വേഷത്തിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ വരുമ്പോഴും അതിനുള്ള പരിഹാരം സ്നേഹമാണ്, മൈത്രിയാണ്, സാഹോദര്യമാണ്, ബഹുസ്വരതയാണെന്നാണ് എല്ലാ മതവിശ്വാസികളും അംഗീകരിക്കുന്നത്. ഇസ്ലാമാകട്ടെ അതിന് എന്തെന്നില്ലാത്ത ഊന്നൽ നൽകിയിരിക്കുന്നു. അത് വിശദീകരിക്കേണ്ടതായിട്ടുള്ളൊരു വേദിയല്ല ഇത്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ വ്യക്തമാണ്. ഇസ്ലാം എന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത് അറബ് ഭാഷയിലെ സിൽമ് എന്ന വാക്കിൽ നിന്നാണ്. അത് സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ്, ആശയമാണ് അതിന് കൽപ്പിക്കപ്പെടുന്നത്. ഇതൊക്കെ സാർവലൗകികമായി അറിയപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള വൈജ്ഞാനിക യാഥാർത്ഥ്യങ്ങളാണ്. ബഹുമാന്യരെ, ഇതൊരു പ്രത്യേക കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 70-ാം വാർഷികം ആചരിക്കുന്നത്. 70 വർഷം പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര കാലം, അതൊന്നും തന്നെ മറന്നു കളയാൻ ഈ രാജ്യവാസികൾക്ക് സാധ്യമാവുകയില്ല. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. ആ സ്വാതന്ത്ര്യം ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും കൂടി ഒന്നിച്ച് നേടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതിന് നേതൃത്വം കൊടുത്തവരും ആ സ്വാതന്ത്ര്യത്തിൽ പങ്കുവഹിച്ചവരുമെല്ലാം അത് മനസ്സിലാക്കിയിട്ടുള്ളതും അംഗീകരിച്ചിട്ടുള്ളവരുമാണ്. ഇന്ത്യൻ ബഹുസ്വരത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രത്യുൽപ്പന്നമാണ്. ഞാൻ വാക്കുകൾ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വാല്യൂ അറിയുന്നവർക്ക് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ വാല്യൂ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ സ്വാതന്ത്ര്യ സമരം നയിച്ചത് പല രീതിയിൽ, പല ഘട്ടങ്ങളിൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സമരത്തിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടെങ്കിലും അത് പുറകോട്ട് പോയാൽ കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും കൈകോർത്ത് പിടിച്ച് നടത്തിയ പോരാട്ടത്തോളം അതിന് പഴക്കമുണ്ട്. ആദ്യമായി അധിനിവേശം നടക്കുന്നത് 1498 എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പും പലരും വന്നിട്ടുണ്ട്. യൂറോപ്യൻ ശക്തികൾ തന്നെ, സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശ ശക്തികൾ, അവരെയൊക്കെ നേരിട്ടെത്തി ഇവിടുത്തെ സമുദായ മൈത്രി കൊണ്ടാണ്. ആ സമുദായ മൈത്രി ബലവത്താണ്. ആരെങ്കിലും പറയുന്ന വാക്കുകളെ കൊണ്ടോ മറ്റോ ആ മൈത്രിയുടെ ശക്തി ദുർഗങ്ങളെ തകർക്കാനോ, സാംസ്കാരികമായിട്ടുള്ള കൊള്ളക്കൊടുക്കുകൾ, അത് വളരെ ബലമുറ്റതാണ്. അതുകൊണ്ട് അതിനെ തന്നെയാണ് നാം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ വൈരത്തെ നേരിടണം. വൈരത്തെ നേരിടേണ്ടത് വൈരം കൊണ്ടല്ല എന്നാണ് വ്യക്തമായിട്ടുള്ള മതത്തിൻ്റെ അധ്യാപനം. ഖുർആനിൽ ഒരു സൂക്തം ഒരുപാട് പ്രചാരം നേടിയിട്ടുള്ള സൂക്തമാണ്, മറ്റു പല സൂക്തങ്ങളെപ്പോലെ. തിന്മയെ തടയുക നന്മ കൊണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. തിന്മയെ തടയുക ഏറ്റവും വലിയ നന്മ കൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ആളുകൾ അതിൻ്റെ മൊഴി മാറ്റത്തിൽ പറയാറുണ്ട് തിന്മയെ നന്മ കൊണ്ട് തടയുക എന്ന്. അങ്ങനെയല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്.
തിന്മയെ നിങ്ങൾ തടയുക ബില്ലത്തി ഒന്നുകൊണ്ട്, ഹിയ അഹ്സൻ, അത് ഏറ്റവും വലിയ നന്മയായിരിക്കണം. ഏറ്റവും വലിയ നന്മ കൊണ്ടാണ് തിന്മയെ തടയേണ്ടത്. ഇത് ഖുർആന്റെ സൂക്തമാണ്. ലോകത്താർക്കും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന, ലോകത്ത് ഏതൊക്കെ ഭാഷയുണ്ടോ, ലിപിയില്ലാത്ത ഭാഷയുണ്ടോ, ആ ഭാഷ സംസാരിക്കുന്നവർ പോലും ഇന്ന് ഖുർആൻ പഠിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നന്മയുടെ വക്താക്കളാവുക എന്നത് മതത്തിൻ്റെ ശാസനയാണ്, കൃത്യമായിട്ടുള്ള ശാസനയാണ്. അതുകൊണ്ട് വൈരത്തെ നേരിടേണ്ടത് സ്നേഹത്തിൻ്റെ വാക്കുകൊണ്ടാണ്. ആരെങ്കിലും ചോദിച്ചേക്കും, അങ്ങനെ നേരിട്ടാൽ വൈരം അകലുമോ എന്ന്. തീർച്ചയായും വൈരത്തിന് നിലനിൽക്കാൻ കഴിയില്ല. വൈരം എവിടെയും ലോകത്ത് നിലനിന്നിട്ടില്ല. വൈരത്തിനൊരു കുഴപ്പമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. വൈരം വെറുപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയട്ടെ, ഈ മഹാസദസ്സിലെ ആ പ്രത്യേകത എന്താണെന്ന്. വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ വെറുക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ, വെറുപ്പ് വെച്ച് പുലർത്തുന്നവർ, അവർ വെറുക്കപ്പെടും. അത് ചരിത്രത്തിൻ്റെ വിധിയാണ്, കാലത്തിൻ്റെ വിധിയാണ്. അതിനെ മറികടക്കാൻ കഴിയില്ല. ചില ചരിത്ര നിയമങ്ങളുണ്ട്, യൂണിവേഴ്സൽ ലോസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ സാർവലൗകികമായിട്ടുള്ള നിയമങ്ങൾ. അത് നടന്നുകൊണ്ടേയിരിക്കും. അതിനെ ഖുർആൻ വിളിക്കുന്നത് സുന്നത്തുല്ലാ എന്നാണ്, ദൈവിക പ്രകൃതം. ലൻ തജിദ ലി സുന്നത്തില്ലാഹി തഹ്വീല, ദൈവത്തിൻ്റെ പ്രകൃതത്തിന് ഒരു മാറ്റവും കാണാൻ നിനക്ക് കഴിയില്ലെന്ന് ഖുർആൻ പറയുന്നു. ദൈവത്തിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് ഈ കാലത്തിലും ഈ പ്രപഞ്ചത്തിലും കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. താണ നിലത്തെ നീരോടു എന്ന് മലയാളികൾ പറയും. മോട്ടറടിച്ച് മുകളിലോട്ട് കയറിയാലല്ലാതെ വെള്ളം കയറില്ല. സ്വാഭാവിക നീതി എന്ന് പറയുന്നത്, സ്വാഭാവിക പ്രകൃതം എന്ന് പറയുന്നത് വെള്ളം മുകളിലേക്ക് നിന്ന് താഴോട്ട് വരിക എന്നുള്ളതാണ്. താഴേന്ന് മുകളിലോട്ട് പോകില്ല. അതാണ് പഴയ മലയാളി. അതിൽ സയൻസ് ഉണ്ട്, അർത്ഥമുണ്ട്. താണ നിലത്തെ നീരോടു. നീരോട്ടമുണ്ടാകണമെങ്കിൽ താണ നിലകൾ ഉണ്ടാകണം. ഉയർന്നു നിൽക്കുന്ന അഹംബോധങ്ങളിലും അഹംഭാവങ്ങളിലും ഉയർക്കപ്പെട്ട കോട്ടകൾക്ക് നീരോട്ടത്തിനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് ചരിത്രത്തിൻ്റെ വിധിയാണ്.